ഹായ് ഫ്രണ്ട്സ്, എൻ്റെ അമ്മയ്ക്ക് പാട്ട് കേൾക്കാനായി ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു മിനി സൗണ്ട് ബാറാണിത്. കാണാൻ ഇച്ചിരി ഉള്ളതിലും എനിക്കിത് പണിഞ്ഞു തീർക്കാൻ 7 മാസത്തോളം വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് അനിയൻ വീട്ടിലില്ലാത്ത തക്കം നോക്കി അവൻ്റെ പഴയ എക്സാം ബോർഡ് ഇങ്ങ് തൂക്കി. പിന്നെ ആംപ്ലിഫയർ സെക്ഷനിലായിട്ട് ഈ ഒരു സ്റ്റീരിയോ ബോർഡാണ് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നെ ഒരു പണി കിട്ടി, അത് വീഡിയോയിൽ കാണാം. ആൾ കുഞ്ഞാണേലും അത്യാവശ്യം നല്ലൊരു ബോർഡായിരുന്നു. വെയിറ്റ് കുറയ്ക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി പവർ സപ്ലൈക്കായി ട്രാൻസ്ഫോമറിന് പകരം ഒരു SMPS ഉപയോഗിക്കാനായിരുന്നു ഞാൻ ആലോചിച്ചത്. കഥയിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് വരെയും ആക്സ് കുത്തി പാട്ട് കേൾക്കാവുന്ന ഒരു സാധാരണ സൗണ്ട് ബാറായിരുന്നു ഇത്. പിന്നെ സൗണ്ട് ബാറിനായി സ്പീക്കേഴ്സ് എടുത്തേക്കുന്നത് ഒരു പാവം 17 തികയാത്ത പാൽക്കാരൻ LCD TV-യിൽ നിന്നാണ്. ആൾ കുഞ്ഞനാണെങ്കിലും അത്യാവശ്യം സൗണ്ടൊക്കെ ഇതിൽ നിന്നും കിട്ടും. പിന്നെ വാട്ട്സ് എത്രയാണെന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല, മൈക്രോസ്കോപ്പ് വേണ്ടി വരും കാണാൻ. പിന്നത്തെ പണിയെന്ന് വെച്ചാൽ ആ മാറ്റി വെച്ച എക്സാം ബോർഡും എടുത്തിട്ട് അതിൻ്റെ പുറത്ത് തൊലിയും കളഞ്ഞ് സ്കെയിൽ വെച്ച് വരയും ഇട്ട് പപ്പാടായി കട്ട് ചെയ്യാനും കൊടുത്ത്. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് തെളിവ് നശിപ്പിച്ചതുകൊണ്ട് അനിയൻ വന്ന് നോക്കിയാലും അത് അവൻ്റെ എക്സാം ബോർഡാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ സ്പീക്കർ സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന രീതിയിൽ അതിൽ 2 തുളയും ഇട്ട്. പിന്നെ സൗണ്ട് ക്ലിയർ ആവുന്നതിനായി സ്പീക്കേഴ്സ് ഇരിക്കുന്നതിൻ്റെ അടുത്തായി ഈ 2 ഹോളുകൾ ഇട്ട് കൊടുത്ത്. പിന്നീട് സൗണ്ട് ബാറിൻ്റെ താഴത്തെ പീസിൽ 2 തടിക്കഷ്ണങ്ങൾ വെച്ച് ആണി അടിച്ചിട്ട് 3 ഭാഗങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്തു. സൗണ്ട് ബാറിൻ്റെ ഫ്രണ്ട് പീസിൽ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും പോർട്ടും വരുന്നതിനായിട്ട് അധികം 2 ഹോളുകൾ കിട്ടുന്നുണ്ട്. അതിനുശേഷം ബാക്കി എല്ലാ പീസുകളും ചേർത്ത് വെച്ച് മുള്ളാണി കൊണ്ട് അടിച്ചുറപ്പിച്ച് വെച്ച്. കനം കുറഞ്ഞ തടിയായതുകൊണ്ട് ചെറിയ മുള്ളാണിയുടെ ആവശ്യം വേണ്ടി വന്നതേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്നത് അനാബോണ്ട് ഉപയോഗിച്ച് ഓരോ സ്പീക്കർ അടിക്കുന്ന ക്യാബിന് സീൽ ചെയ്യുക എന്നതാണ്. ഇതൊന്ന് ഒട്ടി വരാൻ കുറച്ച് സമയം എടുക്കും, എന്നാൽ ഒട്ടി കഴിയുമ്പോൾ നല്ലതുപോലെ സീലായിക്കോളും. സീൽ ചെയ്തതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ബോർഡ് അതിൽ വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പാട്ട് കേൾപ്പിച്ച് നോക്കാമെന്ന് പറഞ്ഞിടുന്നതാണ്. ആ ബോർഡ് വർക്ക് ചെയ്തെന്നുള്ള വിശ്വാസത്തിലാണ് സൗണ്ട് ബാർ ഇത്രയും പണിഞ്ഞത്. എന്നാൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ ബോർഡ് വർക്ക് ചെയ്തതുമില്ല. ഇത്രയും പണിഞ്ഞ സ്ഥിതിക്ക് വേറൊരു ബോഡിയിൽ നിന്നെടുത്ത ഇതേ സെയിം IC ഒന്ന് മാറിയിട്ട് നോക്കിയതാണ്, എന്നിട്ടും വർക്ക് ചെയ്തില്ല. ഇനി മാറ്റാനേ മാർഗമുള്ളൂ. നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഇനി നമ്മൾ സൗണ്ട് ബാറിൽ വെക്കാൻ പോകുന്നത് ഈ സ്റ്റീരിയോ ബോർഡായിരിക്കും. ഇതൊരു ക്ലാസ് D സ്റ്റീരിയോ ബോർഡാണ്. എന്നാൽ പിന്നെ ഇത്രയും ചെയ്തതല്ലയോ, ഈ ഒരു മൊഡ്യൂളും കൂടി ഇരിക്കട്ടെ. ഇതെനിക്കൊരു പഴയ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടിയതാണ്. അതിന് ബ്ലൂടൂത്ത് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചിരുന്നതായിരുന്നു. അതിനുവേണ്ടി സൗണ്ട് ബാറിൻ്റെ ഫ്രണ്ട് വശം ഇതുപോലെ വെട്ടിയെടുത്ത്. കട്ടി കുറഞ്ഞ ബോർഡാണെങ്കിലും മുറിച്ചെടുക്കാൻ ഒരുപാട് പാടുപെട്ടു. പിന്നീട് മൊഡ്യൂളിലേക്ക് പെൻഡ്രൈവിൻ്റെ പോർട്ടും IR സെൻസറും പിന്നെ ആംപ്ലിഫയർ ബോർഡും കണക്ട് ചെയ്ത് വെച്ച്. ആംപ്ലിഫയർ ബോർഡിൽ ഇൻബിൽട്ടായിട്ട് തന്നെ കണക്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഇതിൽ വലുതായിട്ട് സോൾഡറിങ്ങിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. ആകെപ്പാടെ വന്നത് ആ ഓഡിയോ ഇൻപുട്ട് സെക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിലായിരിക്കും. എന്നാൽ മൊഡ്യൂളിന് 5 വോൾട്ട് വേണം. അതിനായിട്ട് ഒരു 5 വോൾട്ട് റെഗുലേറ്റർ IC വേണ്ടി വരും. സൗണ്ട് ബാറിൻ്റെ അകത്ത് പവർ സപ്ലൈ വെക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നെ ഈ ഒരു പോർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച്. അതാകുമ്പോൾ പുറത്തുനിന്ന് ഒരു അഡാപ്റ്റർ കുത്തിയാൽ മതിയാകും. എക്സാമുകളുടെയും ക്ലാസ്സിൻ്റെയും തിരക്ക് കാരണം എനിക്ക് 7 മാസത്തോളം പണി നിർത്തി വെക്കേണ്ടി വന്നു. അങ്ങനെ 7 മാസത്തിന് ശേഷം സ്പീക്കേഴ്സും ആംപ്ലിഫയർ ബോർഡും റെഗുലേറ്റർ ICയും MP3 മൊഡ്യൂളും എല്ലാം അതിൽ വെച്ച് സെറ്റ് ചെയ്തു. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്ത് കണ്ട ചെടികളൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കഴിയില്ല. 7 മാസത്തെ ഗ്യാപ്പിൽ അവയെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. അവർക്ക് പകരം പുതിയ ചെടികൾ കിളിർത്തു. നോക്കണ്ടാ ഉണ്ണി, അത് ഹെഡ്സെറ്റിൻ്റെ കേബിൾ തന്നെ. അത് ആക്സ് കേബിളായിട്ട് എടുത്തേക്കുന്നത്. അതിനുശേഷം ഫ്രിഡ്ജിലിടുന്ന കുപ്പിയെടുത്ത് അതിൻ്റെ ട്രാൻസ്പെറൻ്റായ പ്ലാസ്റ്റിക് കൊണ്ട് സൗണ്ട് ബാറിൻ്റെ ഫ്രണ്ട് പാനൽ അങ്ങ് ഉണ്ടാക്കി. നല്ലതുപോലെ ഒട്ടിയിരിക്കുന്നതിനായി സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചാണ് പാനൽ ഒട്ടിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ പേരറിഞ്ഞൂടാത്ത സ്റ്റിക്കർ കൊണ്ട് സൗണ്ട് ബാറിൻ്റെ ഫ്രണ്ട് പാനൽ കവർ ചെയ്തു. ഈ സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ട് അകത്തെ ബോർഡും വയറിങ്ങുകളും ഒന്നും കാണാൻ കഴിയില്ലെങ്കിലും ഡിസ്പ്ലേ ഓണാകുമ്പോൾ ഡിസ്പ്ലേയിലെ നമ്പേഴ്സ് വ്യക്തമായി തന്നെ പുറത്ത് കാണാം. അടുത്ത സ്റ്റെപ്പ് എന്നത് ഈ കറുത്ത തുണി കൊണ്ട് ഡിസ്പ്ലേ കാണുന്ന വിധം സൗണ്ട് ബാർ മുഴുവനായി കവർ ചെയ്യുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വാ.
ഇനി നമ്മളിത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുക. സൗണ്ട് ബാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.